ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ്. അത് ജനങ്ങൾക്ക് പോകാൻ പറ്റുന്നൊരു ഇടമാണ്, അഥവാ ജനങ്ങൾക്ക് പോകേണ്ടുന്നൊരിടമാണ്. അപ്പോൾ അവിടെ ചെല്ലുന്ന ആളുകളോട് ഞങ്ങളിവിടെ ആരെയും നോക്കില്ല എന്ന് പറയുന്നത് അതാരാണ് പറഞ്ഞത്? അത് മന്ത്രി വെളിപ്പെടുത്തണം. പോലീസും സർക്കാരും വളരെ വിചിത്രമായൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് മനസ്സിലാകുന്നത് ഇതൊരു ജനാധിപത്യ രാജ്യമാണെന്ന് ഇവരൊക്കെ മറന്നുപോകുന്നു തോന്നുന്നു. ഇടതുപക്ഷം എന്ന് പറയുന്ന ഗവൺമെൻറ് ആ പക്ഷമല്ലെന്നവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കതാണ് മനസ്സിലാകുന്നത്. ആ പരാമർശമൊക്കെ കേട്ടു, പക്ഷെ അത് എനിക്കെതിരെ വ്യക്തിപരമായിട്ട് ഞാൻ പരിഗണിക്കുന്നില്ല. കേരളത്തിലെ ആശാവർക്കർമാർക്കെതിരെയും കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കെതിരെയും നടത്തിയൊരു പരാമർശമായിട്ട് ഞാൻ പരിഗണിക്കുന്നു. 17 ദിവസം സമരം ചെയ്തപ്പോഴാണ് കുടിശ്ശിക തന്നു തീർത്തിരിക്കുന്നത്. അത് വലിയൊരു നേട്ടമായിട്ടൊന്നും സർക്കാർ കാണേണ്ട കാര്യമില്ല. പക്ഷെ ഞങ്ങളതൊരു സമരത്തിൻ്റെ വിജയമായിട്ട് തന്നെ കാണുകയാണ്. നമസ്കാരം. ആശാവർക്കർമാരുടെ സമരം 20ാം ദിവസം അതിശക്തമായി പിന്തുടരുന്ന സാഹചര്യത്തിൽ എസ് മിനിക്കെതിരെ, അതായത് ഈ ആശാവർക്കർമാരുടെ സമരം നയിക്കുന്ന നേതാവായ എസ് മിനിക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ഉൾപ്പെടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റായ PB ഹർഷകുമാർ വലിയ രീതിയിലുള്ള മോശം പരാമർശം എസ് മിനിക്കെതിരെ നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ ഈ ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സാമൂഹിക സാംസ്കാരിക സംഘടനകളിൽ നിന്നും മറ്റും വന്ന നേതാക്കൾക്കെതിരെയും വ്യക്തികൾക്കെതിരെയും ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എസ് മിനി തന്നെ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. അത് ഒരു അടിസ്ഥാനമുള്ളൊരു നോട്ടീസല്ല. അത് അവരെ അപകീർത്തിപ്പെടുത്താനൊന്നും ഉദ്ദേശിച്ചുകൊണ്ടല്ല. ആ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ബോധപൂർവം എന്തെങ്കിലും ഒരു അപകീർത്തിപ്പെടുത്താൻ മന്ത്രിയോ അവരുടെ ഹസ്ബൻഡിനെയോ അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് അവരയച്ച നോട്ടീസിൽ തന്നെ വ്യക്തമായിട്ടുണ്ട്. തിരിച്ചെന്തായാലും ഞങ്ങൾ മറുപടി കൊടുത്തിട്ടുണ്ട് വക്കീൽ നോട്ടീസിന്. കാരണം അങ്ങനെ മനഃപൂർവ്വമുള്ള യാതൊരു ഉദ്ദേശവും ഇല്ലാതെയാണ് പറഞ്ഞതെന്നും ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ്. അത് ജനങ്ങൾക്ക് പോകാൻ പറ്റുന്നൊരു ഇടമാണ്, അഥവാ ജനങ്ങൾക്ക് പോകേണ്ടുന്നൊരിടമാണ്. അപ്പോൾ അവിടെ ചെല്ലുന്ന ആളുകളോട് ഞങ്ങളിവിടെ ആരെയും നോക്കില്ല എന്ന് പറയുന്നത് അതാരാണ് പറഞ്ഞത്? അത് മന്ത്രി വെളിപ്പെടുത്തണം. മന്ത്രിക്ക് വേണ്ടിയിട്ട് ആരാണ് സംസാരിച്ചത് മന്ത്രി വെളിപ്പെടുത്തണം. ഇവിടെ ഭർത്താവല്ലെങ്കിൽ സഹോദരനോ ഗൺമാനോ ആരാണെന്നുള്ള മന്ത്രി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അവിടെ എനിക്ക് അത് ഭർത്താവാണെന്ന് സ്ഥാപിക്കേണ്ടെന്ന് ആവശ്യമില്ല. മന്ത്രിയുടെ വീട്ടിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെന്ന നിലയിൽ മന്ത്രിയുടെ അഭിപ്രായം ഞങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, അത്രമാത്രമേ ഉള്ളൂ. ഇക്കഴിഞ്ഞ ദിവസം നിരവധി സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരെല്ലാം തന്നെ നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനായി എത്തിയിട്ടുണ്ട്. ഇവർക്കെതിരെ പോലീസ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നു, കേസെടുത്തിരിക്കുന്നു. എന്ത് തോന്നുന്നു? പോലീസും സർക്കാരും വളരെ വിചിത്രമായൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് മനസ്സിലാകുന്നില്ല ഇതൊരു ജനാധിപത്യ രാജ്യമാണെന്ന് ഇവരൊക്കെ മറന്നുപോകുന്നു തോന്നുന്നു. ഇവിടെ വന്ന് സമരം ഉദ്ഘാടനം ചെയ്ത ജോസഫ് സി മാത്യുവിനെതിരെ കേസെടുത്തിരിക്കുന്നു. സമരത്തിൽ പങ്കെടുത്ത് പ്രസംഗിച്ച വളരെ അറിയപ്പെടുന്ന ഡോക്ടർ KG താരക്കെതിരെ കേസെടുത്തിരിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് അതിപ്രഗത്ഭനായ ഡോക്ടർ MB മത്തായിക്കെതിരെ കേസെടുത്തിരിക്കുന്നു. പിന്നെ കണ്ടാലറിയാവുന്ന 1500ഓളം പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ഇടതുപക്ഷം എന്ന് പറയുന്ന ഗവൺമെൻറ് ആ പക്ഷമല്ലെന്നവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കതാണ് മനസ്സിലാകുന്നത്. ഒരു ഇടതുപക്ഷമല്ല, തൊഴിലാളി വർഗത്തിൻ്റെ പക്ഷമല്ല എന്നുള്ളത് 20 ദിവസം കൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലായി. ഇവർ നീതിയുടെ പക്ഷത്തെ അല്ല, ഇവർ കോർപ്പറേറ്റുകളുടെ പക്ഷത്താണെന്ന് ഓരോ ദിവസവും എല്ലാ മനുഷ്യരെടുത്തും തെളിയിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇക്കഴിഞ്ഞ ദിവസമാണ് എസ് മിനിക്കെതിരെ അതിരൂക്ഷമായ CITU നേതാവിൻ്റെ വിമർശനമൊക്കെ ഉണ്ടായത്. അതവരുടെ സംസ്കാരം, ഇത്രയേ ഉള്ളൂ. അവരിതിനോടൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങൾ അവർ പറയുന്നു. അതെല്ലാ രംഗത്തും, ഇതിൽ മാത്രമല്ല ഏത് കാര്യം എടുത്ത് പരിശോധിച്ചാൽ തന്നെ കാണും. പക്ഷേ വിഷമം തോന്നുന്നത് പുള്ളി അത് പറയുമ്പോൾ പുള്ളിയോടൊപ്പം കുറച്ച് സ്ത്രീകളുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചൊരു വിഷമം. കാരണം അവരെത്ര വിഷമിച്ചിട്ടുണ്ടാവും. ആ സ്ത്രീകളെ നിർത്തിക്കൊണ്ട് മറ്റൊരു ആളെക്കുറിച്ച് അധിക്ഷേപിക്കുമ്പോൾ ആ സ്ത്രീകൾ എത്ര വിഷമിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് ഞാൻ അതിനകത്താണ് കൺസേൺ ആവുന്നത്. അത് എനിക്കെതിരെ നടത്തിയൊരു വ്യക്തിപരമായ പരാമർശമായിട്ട് ഞാൻ കരുതുന്നില്ല. പറഞ്ഞ പരാമർശം കേട്ടിരുന്നു, എന്താണ്? ആ പരാമർശമൊക്കെ കേട്ടു, പക്ഷെ അത് എനിക്കെതിരെ വ്യക്തിപരമായിട്ട് ഞാൻ പരിഗണിക്കുന്നില്ല. ഞാൻ സാമൂഹ്യ രംഗത്ത് കഴിഞ്ഞ 30 വർഷമായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അത് കേരളത്തിലെ ആശാവർക്കർമാർക്കെതിരെയും കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കെതിരെയും നടത്തിയൊരു പരാമർശമായിട്ട് ഞാൻ പരിഗണിക്കുന്നു. അത് സ്ത്രീകൾ മറുപടി കൊടുത്തോളൂ. ഈ കഴിഞ്ഞ ദിവസം CITUവിൻ്റെ സമരം നടന്നപ്പോൾ ആശാവർക്കർമാർ എന്ന് അവർ പറയപ്പെടുന്ന അവരോട് നമ്മളൊരു ചോദ്യം ചോദിച്ചു. പിന്നെ ഈ ഒരു സമരത്തെ എങ്ങനെ നോക്കിക്കാണുന്നു സെക്രട്ടേറിയറ്റിന് മുൻപിലുള്ള? അപ്പോൾ നിങ്ങളിൽ ഭൂരിപക്ഷവും ആശാവർക്കർമാരല്ല എന്നാണ് അവർ പറയുന്നത്. അല്ല, ആ വന്നത് ആശാവർക്കർമാരല്ല എന്ന് മാധ്യമങ്ങളെ മുഴുവൻ ഒരു 5 മിനിറ്റ് കൊണ്ട് എന്നെ തെളിയിച്ചു കഴിഞ്ഞു. പിന്നെ അവരെ അങ്ങനെ പഠിപ്പിച്ചു കൊണ്ട് നടക്കും. പാവങ്ങളാണ് സത്യത്തിൽ. അവരോട് സഹതാപമുണ്ട്. കാരണം
അങ്ങനെയൊക്കെ ആട്ടിത്തെളിച്ച് കൊണ്ടുവരാൻ നിർബന്ധിതമാവുന്നൊരു സാഹചര്യം. അവരോട് ഒരുപക്ഷെ പറഞ്ഞു കാണും, നിങ്ങൾ പണിമുടക്കി വന്നില്ലെങ്കിൽ ജോലി പോകുമെന്ന് പറഞ്ഞു കാണാം. ഞങ്ങളോട് പറയുന്നത് പണിമുടക്കി ഇരുന്നാൽ ജോലി പോകുന്നതാണ്. അവരോട് തിരിച്ചു പറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അംഗൻവാടി ടീച്ചർമാരും മറ്റു ആളുകളും ഒക്കെ വന്നിട്ട് ആശാ ഫെഡറേഷൻ്റെ പരിപാടി എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. അവർക്ക് അവരുടെ വിഷയങ്ങൾ പറഞ്ഞ് വരാവുന്നതാണ്. അംഗൻവാടി ജീവനക്കാരുടെ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് AG's ഓഫീസിൻ്റെ മുന്നിലോ എവിടെ വേണോ സമരം ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്. പക്ഷെ പറഞ്ഞു പറ്റിച്ചു കൊണ്ടുവരണം, അത് മാത്രമേ ഞങ്ങൾക്ക് അഭിപ്രായമുള്ളൂ. ഈ കുടിശ്ശിക വരുത്തിയ ആനുകൂല്യങ്ങൾ നിലവിലിപ്പോൾ തന്നിരിക്കുകയാണ് സർക്കാർ. ഇതിന് ശേഷം എന്തെങ്കിലും ചർച്ചയുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും ഇടത് കേന്ദ്രങ്ങളിൽ നിന്നും വന്നിരുന്നു അങ്ങനെയുള്ള സൂചന? 17 ദിവസം സമരം ചെയ്തപ്പോഴാണ് കുടിശ്ശിക തന്നു തീർത്തിരിക്കുന്നത്. അത് വലിയൊരു നേട്ടമായിട്ടൊന്നും സർക്കാർ കാണേണ്ട കാര്യമില്ല. പക്ഷേ ഞങ്ങളതൊരു സമരത്തിൻ്റെ വിജയമായിട്ട് തന്നെ കാണുകയാണ്. അതല്ലെങ്കിൽ ഇനി ഒരു 4-5 മാസം കഴിഞ്ഞപ്പോൾ ഈ തുക കിട്ടാൻ പോകുന്നില്ല. അതാണ് അതിൻ്റെ ഒരു സാധാരണ രീതിയിലുള്ളൊരു സമ്പ്രദായം. പിന്നെ സമരം തുടരും. സമരത്തിന് യാതൊരുവിധ ഇതുമില്ല. കാരണം സമരസമിതി ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ കുടിശ്ശിക എന്നുള്ളതല്ല, ഓണറേറിയം വർദ്ധിപ്പിച്ച് അതെല്ലാ മാസവും നൽകുക, വിരമിക്കൽ ആനുകൂല്യം നൽകിക്കൊണ്ട് പെൻഷൻ നൽകിക്കൊണ്ട് മാത്രം വിരമിക്കൽ പ്രായം നിശ്ചയിക്കുക. ഇതാണ് ഞങ്ങളുടെ തീരുമാനം, ഞങ്ങളുടെ ആവശ്യം. അതുമായി മുന്നോട്ട് തന്നെ പോകും. അത് നേടിയെടുത്തിട്ടേ തിരിച്ചു പോകും. എന്തായാലും ആശാവർക്കർമാർ 20ാം ദിവസവും സമരം തുടരുന്ന സാഹചര്യത്തിൽ വീണ്ടും ഈ ഒരു സമരം അവകാശങ്ങൾ അവരുടെ ആവശ്യങ്ങളെല്ലാം നേടിയെടുക്കുവാനായി അവർ വീണ്ടും സമരം ശക്തമാക്കുമെന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.